പ്രൂവ് ദാറ്റ് ദ റെക്ടാങ്കിൾ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഇസ് എ സ്ക്വയർ. ഇത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗറിൽ നോക്കൂ, ഈ ഫിഗറിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിനെ സർക്കംസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടാൻജൻസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് ആണ് ABC, CD and DA. ഈ സൈഡ്സ് എല്ലാം ഈ സർക്കിളിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് റെക്റ്റാങ്കിൾ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പൊ സി എന്ന പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് ആണ് CR and CQ. അതുപോലെ തന്നെ ബി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് BQ and BP. എ എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് AP and SA. ഡി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് ഡ്രോ ചെയ്തിട്ടുള്ള 2 ടാൻജൻസ് ആണ് SR and DS. ടാൻജൻസിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഒരു ഔട്ടർ പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് എഴുതാം. Consider rectangle ABCD circumscribing a circle such that it touches the sides AB, BC, CD and DA at the points P, Q, R and S. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സൈഡ്സ് എല്ലാം ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് P, Q, R and S. അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈക്വൽ ടാൻജൻസ് എഴുതാം. AP ഈക്വൽസ് ടു AS. എ എന്ന പോയിന്റിൽ നിന്നുള്ള 2 ടാൻജൻസ് APയും AS ആണല്ലോ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോ AP ഈക്വൽസ് ടു AS, BP ഈക്വൽസ് ടു BQ, CR ഈക്വൽസ് ടു CQ ആൻഡ് DR ഈക്വൽസ് ടു DS. റീസൺ ബ്രാക്കറ്റിൽ എഴുതാം. Length of tangents drawn from an external point to a circle are equal.